ഹിമാചലം മുഴങ്ങി പാഞ്ചജന്യം ലോകവീരം മഹാപൂജ്യം സർവരക്ഷകം വിഭും मैंने बिल्कुल शुरुआत में ही आपको बताया था कि अपने इस कार्यक्रम का उद्देश्य क्या है। इस कार्यक्रम का उद्देश्य उत्तर और दक्षिण भारत की दूरी को कम करना है। भगिनी बंधुओं, आपने देखा कि प्रत्येक व्यक्ति जो इस पूजा में भाग ले रहा है बहुत ही तन्मयता के साथ, बहुत ही श्रद्धा के साथ जो जिसको ड्यूटी दी गई है वो अपनी ड्यूटी का निर्वहन कर रहा है। समय तेजी से भागता जा रहा है, हम पहले ही विलंब हो गए हैं और समय की सीमा रहती है हर एक के लिए। मैं देरी के लिए आपसे क्षमा प्रार्थी हूँ, किंतु मैं उन लोगों के नाम जरूर यहाँ पर लेना चाहूँगा जिन्होंने हमारे आग्रह पर और हमारे निवेदन पर इस कार्यक्रम में आना स्वीकार किया। हमारे लिए बहुत ही गौरव का विषय है। सनातन धर्म प्रतिनिधि सभा दिल्ली प्रांत के माननीय अध्यक्ष श्रीमान भूषणलाल पाराशर जी हमारे बीच हैं और मैं न केवल इसलिए कि हमारे कार्यक्रम में आए, आपने अपने आयु का ध्यान न करते हुए कार्यक्रम के आरंभ से लेकर के और अंत तक आप हमारे कार्यक्रम में रहे। मैं आपका हृदय से स्वागत और धन्यवाद करता हूं और मोमेंटो
കൃഷ്ണാർപ്പണമസ്തു. സഭയിലിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പ്രണാമം. എന്നോട് 2 വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം 4 വാക്ക് 6 വാക്ക് സംസാരിച്ചു കഴിഞ്ഞു. എങ്കിലും സമയം അതിക്രമിച്ചു ഇരിക്കുന്നു. 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. നമ്മൾക്ക് പൊതുസമൂഹത്തിൽ മതങ്ങൾ എന്ന് പറയാറുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞു കേട്ടു ഹിന്ദു മതം എന്ന്. നമ്മളത് ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. മതം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അഭിപ്രായമാണ്, അതൊരു രീതിയാണ്, അതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ധർമ്മം എന്നാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. ധർമ്മം നമ്മളിനിയും എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. ധർമ്മം എന്നാൽ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ സനാതന ധർമ്മമാണ്. ഹിന്ദു ധർമ്മമല്ല. ഹിന്ദു ധർമ്മമെന്ന് പറയാം. പക്ഷെ ഹിന്ദു മതം എന്ന് ആരും പറഞ്ഞ് നമ്മുടെ സനാതന ധർമ്മത്തെ പ്രഹസനമാക്കരുത്. പ്രത്യേകിച്ച് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇന്ന് ഞാനിവിടെ പൂജ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ട ഒരു കാര്യം, എല്ലാവരുടെയും മുഖം ഭക്തി നിർഭരമെന്ന് നമുക്ക് പറയാം. പക്ഷേ അമ്പലം എന്ന് നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? ചെറിയ ചെറിയ കാര്യങ്ങൾ ടച്ച് ചെയ്തിട്ട് ഞാൻ സ്ഥലം കാലിയാക്കാം. അമ്പലം എന്ന് പറയാറുണ്ട്. നിങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ പറയാം. ഉണ്ടല്ലോ അല്ലേ? അമ്പലം എന്താണ് നമ്മൾ മനസ്സിലാക്കാം. അൻപ് ഉളവാക്കുന്ന സ്ഥലം. എന്താണ് അൻപ്? സന്തോഷം. പക്ഷെ ഇവിടെ പൂജ നടക്കുന്ന സമയത്ത് ദേവന്റെ നട തുറന്നപ്പോഴും നമുക്ക് പറയാം ഭക്തി നിർഭരമാണ്. ഭക്തി എന്ന് വെച്ചാൽ എന്താണ്? ആ സന്തോഷത്തിന്റെ മറ്റൊരു രീതിയാണ്, അല്ലേ? പക്ഷെ ഒരു മനുഷ്യൻ പോലും ദൈവത്തിന്റെ നട തുറന്നപ്പം ചിരിക്കുന്ന മുഖത്തോടെ, സ്മൈലുള്ള മുഖത്തോടെ ആരെയും കാണാൻ സാധിച്ചില്ല. ഞാൻ വീക്ഷിക്കുന്ന ഒരാളാണ് കേട്ടോ. അത് ഇനി മുതൽ മാറ്റുക. നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ്? സന്തോഷത്തിന് വേണ്ടി മാത്രമാണ്. ദേവന്റെ മുന്നിൽ ഒരിക്കലും വേദനയുള്ള കണ്ണീരോടുകൂടി നിങ്ങൾ നിൽക്കാൻ പാടില്ല. അതിന് കാരണമുണ്ട്. ഞാൻ നേരത്തെ പലർക്കും പറഞ്ഞതായിരിക്കാം, എങ്കിലും ഒന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ദേവന് മനസ്സിലാകുന്നത് നമ്മളുടെ ആംഗ്യ ഭാഷയാണ്, അല്ലാണ്ട് നമ്മുടെ സംസാര ഭാഷ ദേവന് മനസ്സിലാവില്ല. കാരണം എന്താ? ഉദാഹരണം ഞാനൊന്ന് പറഞ്ഞുതരാം. അത് നമ്മൾ തെക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, കേരളത്തിലെ തെക്കോട്ട് പോയി കഴിഞ്ഞാൽ കപ്പ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അത് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് പറയും? കൊള്ളി എന്ന് പറയും, അല്ലേ? തെക്കോട്ട് കൊള്ളി എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മുടെ സംസാര ഭാഷയല്ല മനസ്സിലാക്കുന്നത്, നമ്മുടെ ആംഗ്യ ഭാഷയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ തിരുമേനിമാരൊക്കെ പൂജ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആംഗ്യ ഭാഷകൾ കാണിക്കാറില്ലേ? കാണാറുണ്ടല്ലോ. അതാണ് അതിന്റെ സംഭവം. മനസ്സിലായോ? അന്ന് ദേവന്റെ മുന്നിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ പ്രസന്റ് ചെയ്യേണ്ടത്, അത് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ദേവന്റെ മുന്നിൽ നമ്മൾ ഏത് രീതിയിൽ നമ്മളെ പ്രസന്റ് ചെയ്യുന്നുവോ ദേവൻ അത് മനസ്സിലാക്കും. ഇവൻ ഇതാണ് വന്നത്, ഇവൻ ഇത് കൂടുതൽ കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട്, കള്ളനും കൊള്ളക്കാരനുമൊക്കെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? പൊതുജനം കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും അവൻ വാരിക്കോഴി ദേവന്റെ മുന്നിലേട്ടിടും. ഇന്ന് ദേവൻ എന്ത് മനസ്സിലാക്കും? ഇവൻ ഇതിനാണ് വന്നത്, ഇവൻ ഇത് ധാരാളം കൊടുക്കാം, അല്ലേ? പാവങ്ങളാവൻ എന്താ ചെയ്യുന്നത്? അവിടെ പോയി നിന്നിട്ട് അതും ഇതുമെല്ലാം പറഞ്ഞിട്ട് കണ്ണുനീരൊലിക്കുക, അല്ലേ? ദേവൻ എന്ത് മനസ്സിലാക്കും? ഇവന് കണ്ണുനീരാണ് വേണ്ടത്, ഇവന് തന്നെ ധാരാളം കൊടുത്തേക്കാം. ശരിയല്ലേ? ലോജിക്കല്ലേ? നമ്മളുടെ സനാതന ധർമ്മത്തിൽ ആചരിക്കപ്പെടുന്ന ഓരോ രീതികൾക്കും അതിന് ശാസ്ത്രീയപരമായിട്ടുള്ള വശങ്ങളുണ്ട്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് എന്നെ പോലുള്ളത് പറയണമെന്നില്ല. What we need to do, we just need to work our wisdom. അത്രമാത്രം. നമ്മൾ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ഓരോ രീതിയും അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വിശ്രം നമ്മളൊന്ന് യൂസ് ചെയ്താൽ മാത്രമാണ്. അധികം കിടക്കുന്നില്ല. ഇനിയും സംസാരിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ വിനോദിനെ കുറിച്ച് പറയാനുണ്ട്. എവിടെ ആയാലും ഏത് പ്രോഗ്രാം ആയാലും
അതിൻ്റെ അമരക്കാരനെ നമ്മൾ മുന്നിൽ കാണാനാണ്. ശരിയല്ലേ? പക്ഷെ ഇവിടെ ഇതിന്റെ അമരക്കാരൻ പുറകിലിരുന്നിട്ട് മൈക്കിൽ കൂടെ സംസാരിക്കുക ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തന രീതി, പ്രവർത്തന ശൈലി ഒരിക്കലും അദ്ദേഹത്തെ മുന്നിൽ കാണാറില്ല. പക്ഷെ അമരക്കാരൻ മുന്നിൽ വരണം, അല്ലേ? അതൊരു ആവശ്യമാണ്. മിസ്റ്റർ വിനോദ്ജി ഉണ്ടോ? വിനോദ്ജി അമരക്കാരൻ മുന്നിൽ, പക്ഷെ ഇദ്ദേഹത്തെ എങ്ങും ആദരിക്കപ്പെടുന്നില്ല. അതൊരു വശമാണ്. ഇദ്ദേഹത്തെ ആദരിക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? വിനീത്, ഡോക്ടർ വിനീത് ഭട്ട്, പ്ലീസ് കം ടു ദ സ്റ്റേജ്. പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഇത് ഒരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിതൊരു അപരാധമോ എന്തെങ്കിലുമാണ് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. ഇതെൻ്റെ ഒരു എന്താ പറയാ, മനസ്സിൽ തോന്നിയ ഒരു കാര്യം. അങ്ങോട്ട് ഇതിന്റെ അമരക്കാരനാണ്. ഇദ്ദേഹത്തിന്റെ ശബ്ദം മാത്രം കൂടുതൽ ആൾക്കാരും കേട്ടിട്ടുള്ളൂ. എനിക്ക് 2 വാക്കിന് അവസരം തന്നു. ഞാൻ ഏകദേശം ഒരു 200 വാക്ക് സംസാരിച്ചു. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഇതുപോലുള്ള അവസരം വിനീത്, ഞാൻ പോകാൻ ഇറങ്ങിയപ്പോഴാണ് വിനോദ് എന്നോട് 2 വാക്ക് സംസാരിച്ചു. ഇതിപ്പം കുഴപ്പമായല്ലേ? കഥന ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. जिनके सम्मान के लिए मैं मंच पर उनको बुला रहा हूं, आप दिल से इस बात को स्वीकार कीजिए कि यदि उनका सहयोग हमें नहीं मिलता तो पिछला ओणम का कार्यक्रम और आज का ये कार्यक्रम हम नहीं कर पाते। ऐसे उदार हृदय श्रीमान अरोड़ा जी, आप इस वाटिका के ओनर हैं। मैं बड़े आदर के साथ उनका नाम लेता हूं, वो मंच पर आए और कृपया अपना सम्मान ग्रहण करें। श्री अरोड़ा जी, हमने जो कुछ भी मांगा, जो कुछ कहा, उन्होंने स्वीकार किया और पैसे की कोई चिंता नहीं की। मैं ऐसे उदार हृदय व्यक्ति का हृदय से आभार व्यक्त करता हूं और ईश्वर से प्रार्थना करता हूं कि उनकी ये भावना इसी प्रकार बनी रहे और धर्म के प्रति वो इसी प्रकार अपना मन बनाए रखे। श्रीमान अरोड़ा जी, आप विनोद जी, आप इनका सम्मान करें। सभी ताली बजा करके भाई साहब का धन्यवाद करें। जोर से ताली हो जाए, ऐसे नहीं मजा नहीं आएगा। हाँ, शाबाश। बहुत बहुत धन्यवाद, उपकार आपका। धन्यवाद अरोड़ा जी। നമ്മുടെ ഇവിടെ ഈ വേദിയിൽ ഭക്തിസാന്ദ്രമായ ഭജന അവതരിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ കലാവിഭാഗത്തിൻ്റെ തുടക്കം മുതൽ എനിക്കൊരു ഗുരുവിനെ പോലെ ഉപദേശങ്ങളും നമ്മുടെ പരിപാടികളിലെല്ലാം അദ്ദേഹത്തിൻ്റെ മക്കളും ഭാര്യയും അദ്ദേഹവും പങ്കെടുത്ത് വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഭിച്ചെന്നാണ്. അദ്ദേഹത്തെ എല്ലാ ആദരവോടും കൂടി അതിനവതരിപ്പിക്കാൻ വേണ്ടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരള ക്ഷേത്ര സമന്വയ സമിതി സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് ഭോപ്പാലിലെ ഞങ്ങൾക്കിവിടെ അവസരം തന്ന ആദ്യമായി ശ്രീ വിനോദിനെ ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുന്നു. അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഈ അവസരം ഇവിടെ തരാൻ. അതിലൂടെ ബാക്കിയുള്ള നമ്മുടെ അഡ്വക്കേറ്റ് ഗിരീഷ്, ഗണേശന്, മിസ്റ്റർ സുധീർ, മിസ്റ്റർ ഹരി, ബിനു, എല്ലാവരും ഞങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ ഭജന ഇവിടെ ആരംഭിക്കുകയാണ്.
അതുപോലെ നമ്മൾ പക്ക ഭജനപ്പാട്ടുകളല്ലാതെ കുറച്ച് കാസറ്റ് സോങ്സും കുറച്ച് ഭജനപ്പാട്ടും ചേർത്തൊരു മിക്സായിട്ടാണ് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നത്. തണുപ്പും കാലാവസ്ഥയൊക്കെ അനുകൂലമല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെന്നുള്ളത് എല്ലാവരും ക്ഷമിച്ച് സാധനം ഞങ്ങളോടുകൂടി സഹകരിക്കണം. സ്വാമിയെ സഹായിക്കും.
ज्ञानस्वरूपमे सकलवेद मन्त्राक्षरबीजमे ब्रह्म विष्णु रुद्रमहेश्वर सदाशिवमे श्रीविराट् ब्रह्ममे श्रीविराट् ब्रह्ममे विश्वब्रह्ममे
lullaby of Lord Ayyappa. But for us today, it's fortunate to know about Harivarasana and its origin. Next, we invite to this stage Shri Dr. M.V. Nadeshan, Director, Rail Vikas Nigam Limited, President, Amrit Bharati Vidyapeeth, Amrita University, Kochi. സ്വാമിയേ ശരണമയ്യപ്പോ. വേദിയിലും സദസ്സിലുമിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. മണ്ഡലം മകരവിളക്കിനോടനുബന്ധിച്ച് കേരളത്തിലാകമാനം ശരണം വിളിയുടെയും അയ്യപ്പൻ പാട്ടിൻ്റെയും കെട്ടുനിറയുടെയുമെല്ലാം ഒരു കാലമാണ് നടക്കുന്നത്. ഇന്ന് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൽ പുറത്ത് ഡൽഹിയിലും ചെന്നൈയിലും ബോംബെയിലും തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ അയ്യപ്പ ക്ഷേത്രങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന് കാരണം അവിടെയെല്ലാം അയ്യപ്പ ഭക്തന്മാരായ ജനങ്ങൾ വസിക്കുന്നു എന്നത് തന്നെയാണ്. ഭഗവാൻ ശ്രീധർമ്മശാസ്താവിനെ ഒരു നോക്ക് കാണാൻ ശബരിമലയിൽ കല്ലും മുള്ളും ചവിട്ടി അവിടെ എത്തി തൊഴുതുമടങ്ങാൻ എല്ലാവർക്കും ഭാഗ്യം ലഭിക്കണമെന്നുമില്ല. അതുകൊണ്ട് ഓരോ ഭക്തനും ഭഗവാനെ അവരുടെ ഹൃദയങ്ങളിലാണ് കുടികൊടുത്തുന്നത്. ആ ഹൃദയത്തിൽ കുടികൊള്ളുന്നതായ ഭഗവാനെ അവർ താമസിക്കുന്ന കുടുംബത്തിലും അവർ താമസിക്കുന്ന നാട്ടിലും ഭഗവാനെ പ്രതിഷ്ഠിക്കുകയാണ്. കാരണം കൺകണ്ട ദൈവമാണ്, കലിയുഗ വരദനാണ്. അങ്ങനെയുള്ളതായ ആ ഭഗവാനെ മറ്റ് ഒരു ദേവതാ സങ്കല്പത്തിനും ഇല്ലാത്ത തരത്തിൽ എല്ലാ ദിവസവും ഉണർത്താറുണ്ട് നാം. ഉണർത്തുപാട്ടെന്നാണ് അതിനു പറയുന്നത്. ശ്രീകോവിൽ നട തുറന്നു, പൊന്നമ്പലത്തിൽ ശ്രീകോവിൽ നട തുറന്നു എന്ന് പറയുന്ന പാട്ട്, അത് ശബരിമല ശ്രീ ധർമ്മശാസ്താവിൻ്റെ ഉണർത്തുപാട്ടാണ്. ഇതുപോലെ തന്നെ രാത്രി പടിപൂജ, എല്ലാ പൂജയും കഴിഞ്ഞ് പാടി ഭഗവാനെ ഉറക്കുന്ന അതിവിശിഷ്ടമായ ഒരു കീർത്തനമാണ് ഹരിവരാസനം എന്നത്. ഏവർക്കും അറിയാം, ഹരിവരാസനം വിശ്വമോഹനം എന്ന് തുടങ്ങുന്നതായ ഈ കൃതി അഷ്ടകമെന്നാണ് അതിന് പറയുന്നത്. 8 ശ്ലോകങ്ങൾ ചേർന്നതുകൊണ്ടാണ്. ഇത് ചൊല്ലി ഹരിഹരാത്മജം ദേവമാശ്രയേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ പാടി ഉറക്കാൻ ഓരോ ഭക്തനും ലഭിക്കുന്ന അസുലഭമായ ഒരു സന്ദർഭമാണ്. ഇങ്ങനെ ഈ ഹരിവരാസനം എഴുതിയത് 100 വർഷങ്ങൾക്ക് മുമ്പ് കോന്നകത്ത് ജാനകിയമ്മ എന്നൊരു ഭക്തയായിരുന്നു അത്രേ. അതിൻ്റെ രചനാശതാബ്ദി കൂടിയാണ് ഈ 2023. അതുകൊണ്ട് നാട്ടിൽ എമ്പാടും ഹരിവരാസനത്തിൻ്റെ സാമൂഹികമായ ആലാപനവും ഹരിവരാസനം പലതരത്തിലുള്ള അവതരണവുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണ്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഭഗവാൻ അയ്യപ്പനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആയിരക്കണക്കിന് പാട്ടുകളും കീർത്തനങ്ങളുമുണ്ട്. പക്ഷെ അതിനൊന്നിനും ലഭിക്കാത്ത ഒന്നാണ് ഹരിവരാസനത്തിന് ലഭിച്ചിട്ടുള്ളത്. പറയുന്നത് ഭഗവാനും അത് ഏറെ ഇഷ്ടമാണത്രേ. ഉറക്കുപാട്ട് കേട്ട് അയ്യപ്പസ്വാമി തൻ്റെ തിരസ്വരൂപമായിട്ടുള്ള ശ്രീധർമ്മശാസ്താവിൽ
വിലയിക്കുന്നത് അങ്ങനെയാണെന്നാണ് പറയപ്പെടുന്നത്. ഈ തരത്തിൽ ഉറക്കുന്ന ജോലി ആരുടേതാണ്? ഭക്തൻ്റേതാണ്. അപ്പോൾ ഭക്തൻ എത്രമേൽ ആനന്ദത്തിലായിരിക്കും? ഓരോ ഭക്തൻ്റെയും പ്രാർത്ഥന എന്നത് ഇനിയെനിക്കൊരു ജന്മമേകിൽ പൂജ തീരില്ല എന്നാണ്. ഒരു ജന്മം കൂടി ഉണ്ടെങ്കിലും ഞാൻ ഭഗവാന് നൽകാനുള്ള പൂജ തീരില്ല എന്നുള്ളതാണ്. കാരണം എൻ മനം പൊന്നമ്പലം, അതിൽ നിന്റെ ശ്രീരൂപമാണ്. എൻ്റെ മനസ്സാകുന്ന ആ പൊന്നമ്പലത്തിൽ കുടിയിരുത്തിയിട്ടുള്ളത് ഭഗവാനെ നിന്നെയാണ് എന്നാണ്. ഈ നിലയിൽ അത്യന്തം ഭക്തിപൂർവമായി ആലപിക്കുന്ന ഹരിവരാസനമെന്ന ഈ കൃതി അതൊരു മന്ത്രമാണ്, ശരണഘോഷമാണ്, പാട്ടാണ്, കീർത്തനമാണ്. ഇങ്ങനെ പല നിലയിൽ അതിന് സവിശേഷതയുണ്ട്. അതിൻ്റെ ഓരോ പദങ്ങളുടെയും അർത്ഥത്തിലേക്ക് മനസ്സിലാകുമ്പോഴാണ്, അർത്ഥം ഓരോന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അഷ്ടതനുവായി മാറിയിട്ടുള്ള ഭഗവാൻ, 8 തരത്തിൽ വിളങ്ങുന്നതായ ഭഗവാനെ പ്രകീർത്തിക്കുന്ന അതിവിശിഷ്ടമായ ഈ കൃതി അത് ചൊല്ലുമ്പോൾ ചൊല്ലുന്നവരിലും കേൾക്കുന്നവരിലും അലൗകികമായൊരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. ഇത് പലർക്കും അനുഭവമുള്ളതുകൂടിയാണ്. ഒട്ടേറെ പേര് പറഞ്ഞും കേട്ടിട്ടുണ്ട്. ഈ തരത്തിൽ ഒരു അനുഭൂതി നമ്മൾ പാട്ടുകളെല്ലാം കേൾക്കുമ്പോൾ സാധാരണ സന്തോഷം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഭക്തി നിറയുകയും നമ്മുടെ വാക്കുകൾ കണ്ഠമിടറുകയും കണ്ണ് നിറയുകയും ഒക്കെ ചെയ്യുന്ന സന്തോഷം കൊണ്ട് ഒരനുഭൂതിയാണ് ശബരിമല 18ാം പടിക്ക് മുകളിൽ നിന്നുകൊണ്ട് ഈ ഹരിവരാസനം കേൾക്കുമ്പോൾ, അതോടൊപ്പം ഏറ്റുപാടുമ്പോൾ ഓരോ ഭക്തനും ഉണ്ടാവുന്നത്. ഈ നിലയിലുള്ള ഹരിവരാസനത്തെ അടുത്തറിയാനും പഠിക്കാനും നമുക്ക് ഇടവരണം. അപ്പോൾ മാത്രമാണ് അയ്യപ്പതത്വം എന്താണ്, ശ്രീധർമ്മശാസ്താവ് ആരാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, നാം ചെയ്യുന്ന ഓരോ ചടങ്ങിൻ്റെ പിന്നിലുള്ള ലക്ഷ്യമെന്താണ്, നാം 18ാം പടി ചവിട്ടുന്നതും ഇരുമുടിയുമായി പോകുന്നതും ആ ഇരുമുടിയിൽ നാളികേരത്തിൽ നെയ്യ് നിറക്കുന്നതും തുടങ്ങി ഓരോ കാര്യത്തിനും ഒട്ടനവധി അർത്ഥങ്ങളുണ്ട്. നമ്മൾ പറയാറുണ്ട് ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്ന 3 തരത്തിലുള്ള അർത്ഥമാണുള്ളത്. ആ കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോഴാണ് ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത്, മനുഷ്യൻ പോലുമല്ല മനുഷ്യനും അപ്പുറത്ത് സകല ജീവജാലങ്ങളും അയ്യപ്പൻ എന്ന നാമത്തിൽ ഒന്നായിത്തീരുന്നത്. ആ ഒന്നിലാണ്, ഒരുമയിലാണ് മനുഷ്യൻ്റെ സന്തോഷം കുടികൊള്ളുന്നത്. ലോകം മുഴുവനും ഈ ഒന്നിനെ തേടിയാണ്, ഈ ശാന്തി തേടിയാണ്, ഈ സന്തോഷം തേടിയാണ് അലയുന്നത്. അപ്പോൾ നമുക്ക് ലഭിച്ച ഈ സൗഭാഗ്യത്തെ കൂടുതൽ ജനങ്ങളിലേക്ക് അയ്യപ്പതത്വം പ്രചരിപ്പിക്കേണ്ട ദൗത്യം നമുക്കുണ്ട്. അത് നിർവഹിക്കുന്ന ഈ ഡൽഹിയിലെ ഭക്തജനങ്ങൾ അവരെല്ലാവരും തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാണ്. അതിൽ നമുക്ക് ഓരോരുത്തർക്കും പങ്കെടുക്കാൻ സാധിച്ചു എന്നത് നമ്മുടെയും സൗഭാഗ്യമാണ്. വരുംകാലങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടി കൂടുതൽ വിപുലതയോടുകൂടി കൂടുതൽ ഭംഗിയായി നമുക്ക് ആഘോഷിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം
ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. പ്രണയസത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ചിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. തുരഗവാഹനം സുന്ദരാനനം വരഗദായുധം ദേവവർണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശപൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ. ആസേതു ഹിമാചലം മുഴങ്ങി പാഞ്ചജന്യം പാഞ്ചജന്യം പാഞ്ചജന്യം